പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നും വാഗമണിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് കടമ്പനാട് കല്ലുകുഴിയിൽ വെച്ച് അപകടപ്പെടുകയും ഏകദേശം 46ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വാഹനത്തിൻ്റെ അമിത വേഗതയും ഡ്രൈവറുടെ അനാസ്ഥയുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവറുടെ ലൈസൻസും വണ്ടിയുടെ പെർമിറ്റും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു വരാം. 17/1/2025 കടമ്പനാട് കല്ലുകുഴി എന്ന് പറയുന്ന ഭാഗത്ത് കോളേജ് വിദ്യാർത്ഥികളുമായി പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരു അപകടം. അതിനെപ്പറ്റിയുള്ളതായ വിശദമായ പരിശോധന നടത്തുകയും ഈ അപകടത്തിൻ്റെ കാരണം പൂർണ്ണമായിട്ടും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് രീതികൾ കാരണമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനത്തിൻ്റെ വേഗതയും കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള ഷോക്ക് ഹൗസിന് കൊടുത്തു, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതുകൂടാതെ വാഹനം KL 31M580 അശോക് ലേലാൻ്റെ വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. 2026 നവംബർ വരെ ഫിറ്റ്നസ് ഉണ്ടായിരുന്ന വാഹനമാണ്. എന്നാൽ ഈ അപകടത്തിൻ്റെ കാരണത്താൽ അതിൻ്റെ ഫിറ്റ്നസ് ഞങ്ങൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഈ വാഹനം ബാക്കി പണികളെല്ലാം ചെയ്ത് വീണ്ടും ഫിറ്റ്നസ് എടുത്തെങ്കിൽ മാത്രമേ നിരത്തിൽ ഓടുവാനായിട്ട് സാധിക്കൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 70-75 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോയിട്ടുണ്ടാവാം. അതാണ് ആ അപകടത്തിൻ്റെ കാരണം. ഈ വാഹനത്തിന് സ്പീഡ് ലിമിറ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സെറ്റിംഗ് സ്പീഡ് 95 ആണെന്നാണ് മനസ്സിലാക്കുന്നത്. 95 വരെ പോയിട്ടുണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത്. ആ അപകടം നടന്ന സ്ഥലത്തല്ല, വേറെ പല നിരപ്പായ റോഡുകളിലൊക്കെ ആ സ്പീഡിൽ അത് പോയിട്ടുണ്ട്. അല്ല, ഇപ്പം ഇതിനകത്ത് ഈ ഡ്രൈവറെ ചോദ്യം ചെയ്തെന്ന് മനസ്സിലായത് എന്താണ്? ഡ്രൈവർക്ക് ഉറങ്ങിപ്പോവുകയോ? ഒന്നുമില്ല, ഉറങ്ങിയതായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയി എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. 48 പേരോ വാഹനത്തിനകത്തുണ്ടായിരുന്നു. എല്ലാവർക്കും ചെറിയ ചെറിയ മൈനർ പരിക്കുകളുണ്ട്. മേജർ പരിക്ക് 2 പേർക്കുണ്ട്. ഡ്രൈവർ ലൈസൻസ് ഉണ്ട്, മദ്യപിച്ചിട്ടില്ല? ഇല്ല, മദ്യപിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ലൈസൻസ് ഉള്ള ആൾ തന്നെയാണ്. 2016 ലൈസൻസ് എടുത്ത് ഒരു ചെവിയുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇന്ന് മുതൽ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രൈവറിൻ്റെ പേരെന്തായിരുന്നു? അമൽ എന്നാണ് മനസ്സിലായത്. അമൽ സെൻ.